ബാത്റൂമിൽ പോകണേ രണ്ടുപേരും വേണം. ഒരാൾ പിടിച്ചോണ്ടിരിക്കണം വെളി. കഴിച്ച പാത്രം കഴുകേണ്ടത്, കൈ കഴുകിയിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ അതിനകത്തുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കും. അടുത്ത അസുഖം പിന്നെ വന്നുകൊണ്ടിരിക്കും. ബാത്റൂമിന് കഥകുണ്ടെങ്കിൽ നമ്മളത് കൂട്ടിയിട്ടിട്ട് നമുക്ക് വെളിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താം. കൈ കഴുകുകയോ വാ കുത്തിക്കോ ഒക്കെ ചെയ്യും. അതൊന്നും ഇവിടെ ചികിത്സയ്ക്ക് വന്നാൽ കുറച്ച് അസുഖമായിട്ട് തിരിച്ചു പോകാം. ടോയ്ലറ്റിൽ പോയി നിങ്ങൾ എങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കും? അവിടെ കൊളുത്തില്ലല്ലോ. ഇത് എത്ര ദിവസം കൊണ്ട് താഴെ ഇത്രയും സ്മെല്ല് വരുന്നത്? ആ ഇത് ലേഡീസ് ടോയ്ലറ്റ് ആണോ അതോ അല്ലേ? നിങ്ങൾ പരാതി വല്ലതും പറഞ്ഞായിരുന്നു അവിടെ കൊളുത്തില്ലെന്നൊക്കെ? ആരോട് പറയാൻ? അതിലൊരു ആ സ്ക്രീന് മൊത്തം പുറത്ത് കാണുമല്ലോ. ആളകത്തുണ്ടെങ്കിൽ പുറത്ത് കാണുമല്ലോ. ഇവിടെ ഈ സ്ക്രീനിനകത്താണ് വനിത പിന്നെ ലേഡീസും വരുന്നത്. ആ അപ്പോൾ ഈ ഫ്ലഷ് വർക്ക് ചെയ്തുകൊണ്ട് ഈ വെള്ളം വരുന്നതിനെ പിന്നെ നോക്കി നിങ്ങൾ പോകത്തില്ല ബാത്റൂമിൽ? ഞാൻ പോയി രാവിലെ അവിടെ നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ പോയി നോക്കി. എന്തൊരു സ്മെല്ലാതെ എനിക്ക് താഴെ എന്തോ പൊട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ബാത്റൂമിൽ പോകണേ രണ്ടുപേരും വേണം. ഒരാൾ പിടിച്ചോണ്ടിരിക്കണം വെളി. സത്യം പറയാൻ പാടില്ല. അതാണ് വിഷയം. നിങ്ങൾ അനുഭവിച്ചു വേണം. പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. പൈസ കൊടുക്കും. അതുകൊണ്ടാണ് കഴിച്ച പാത്രം കഴുകേണ്ടത്, കൈ കഴുകിയിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ അതിനകത്തുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കും. അടുത്ത അസുഖം പിന്നെ വന്നുകൊണ്ടിരിക്കും. ബാത്റൂമിന് കഥകുണ്ടെങ്കിൽ നമ്മളത് കൂട്ടിയിട്ടിട്ട് നമുക്ക് വെളിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താം. കൈ കഴുകുകയോ വാ കുത്തിക്കോ ഒക്കെ ചെയ്യും. അതൊന്നും ഇവിടെ ചികിത്സയ്ക്ക് വന്നാൽ കുറച്ച് അസുഖമായിട്ട് തിരിച്ചു പോകാം.